ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ത്രിമൂർത്തികളായ 3 പോർട്ടുകളെ കുറിച്ചാണ്. നമുക്കറിയാം, ലോക ചരക്ക് ഗതാഗതത്തിന്റെ 90% കടൽ വഴിയാണ്. ലോകത്ത് പല രാജ്യങ്ങളും ചരക്ക് ഗതാഗതം കൊണ്ട് മാത്രം അല്ലെങ്കിൽ പോർട്ട് കൊണ്ട് മാത്രം സമ്പന്നമായ രാജ്യങ്ങളുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിംഗപ്പൂർ, നെതർലാൻഡ്, ദുബായ് പോലുള്ള പല സ്ഥലങ്ങളും. എന്നാൽ ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു സ്ഥാനത്താണ്. ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കടലാൽ ചുറ്റപ്പെട്ടതാണ്. ഇന്ത്യക്ക് ഏകദേശം 9000-ന് മുകളിൽ കിലോമീറ്ററോളം കടൽ തീരങ്ങൾ തന്നെ ഉണ്ട്. അതുകൂടാതെ ധാരാളം ചെറുതും വലുതുമായ പോർട്ടുകളുമുണ്ട്. ഇന്ത്യൻ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ലോക സീ റൂട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിന് അടുത്ത് തന്നെയാണ്. പക്ഷെ എന്നിട്ടും ഇന്ത്യ അതിൽ നിന്നും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതിനപ്പുറം നമ്മൾ പലതിലും സ്വയം പര്യാപ്തത നേടാൻ പോലും സാധിച്ചില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയിൽ നിന്നും ധാരാളം ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യത്തോട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലേബേഴ്സിന്റെ ചെലവ് വളരെ കുറവാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചീപ്പ് ലേബേഴ്സിന്, അത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ചീപ്പ് ലേബേഴ്സിന് നമ്മുടെ രാജ്യത്ത് നിന്ന് കിട്ടും. അത് ഇങ്ങനെ ഫാക്ടറിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇതിന് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഉൽപ്പാദനത്തിന് ശേഷം മറ്റു വിദേശ രാജ്യങ്ങളോട് കയറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത് മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത് കൂടുതൽ സമയമേറിയതുമാണ്. കാരണം ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ചെലവിനേക്കാൾ അവരുടെ ഏറ്റവും കൂടുതൽ കൺസേൺ പരിഗണിക്കുന്ന സമയമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ പല പോർട്ടുകളും പല ട്രാൻസ്പോർട്ടേഷൻ സെക്ടറുകളും വളരെ പരാജയമാണ്. അതുകൂടാതെ ഇന്ത്യയിൽ കാര്യമായ മദർ പോർട്ട് ഇന്ന് നിലവിലില്ല. ആകെ ഉള്ളത് വിഴിഞ്ഞമാണ്. അത് വന്നിട്ട് ഏകദേശം 2 കൊല്ലമേ ആയിട്ടുള്ളൂ. മദർ പോർട്ടിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സംഭവം നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുംബൈയിൽ നിന്നും അമേരിക്കയിലോട്ട് ഒരു സംഭവം കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ അത് മുംബൈയിൽ നിന്ന് നേരെ അമേരിക്ക പോകാതെ കൊളംബോയോ, ജബലലിയോ, സലാലയോ അതുപോലെ സിംഗപ്പൂർ പോർട്ടിൽ ചെന്ന് അവിടുന്ന് ട്രാൻസ്ഷിപ്മെന്റ് ചെയ്തതിനു ശേഷമാണ് അമേരിക്കയിലേക്ക് എത്തുക. ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ ചെലവുണ്ടാകുന്നത്. ഈ ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഏകദേശം നൂലാമാലകൾ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അത് നേരെ സിംഗപ്പൂർ അല്ലെങ്കിൽ കൊളംബോയിൽ പോകുമ്പോൾ അവിടെയും പല നൂലാമാലകളുണ്ട്, അവിടെയും ഒരുപാട് സമയമെടുക്കും. അവിടുന്ന് പിന്നെ വേണം അമേരിക്കയിലോട്ട് പോകാൻ. ഇത്രയും പ്രോസസ്സിങ്ങിൽ തന്നെ വലിയൊരു സമയം അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം സംഭവിക്കുക. അത് മാത്രമല്ല അവരുടെ ചെലവും കൂടും. എസ്പെഷ്യലി ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫിഷിംഗ് എക്സ്പോർട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം ഫിഷിംഗ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ AC കണ്ടെയ്നറാണ്, നോർമൽ കണ്ടെയ്നർ അല്ല. അത് ഓരോ ദിവസം ചെല്ലുന്തോറും അവർക്ക് നഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു 2-3 ദിവസം എക്സ്ട്രാ വന്നാൽ അവർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. കേരളത്തിലെ കയറ്റുമതി വരുമാനത്തിന് വലിയൊരു ശതമാനം ഫിഷിംഗ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ എക്കോണമിയെ എത്രത്തോളം ബാധിക്കുമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഈ ചിലവുണ്ടാവും. പക്ഷേ അവിടെ ഈ പോർട്ടുകൾ, അതായത് അവിടെ ഈ മദർ പോർട്ട് വന്നുള്ള ഗുണം, നമ്മളൊരു സംഭവം നമ്മൾ കയറ്റുമതി ചെയ്താൽ ഡയറക്റ്റ് ആ രാജ്യത്തെ പോർട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഉദാഹരണം, വിഴിഞ്ഞം വഴി നമ്മൾ സംഭവം കയറ്റുമതി ചെയ്യുന്ന വയ്ക്കുക. അത് ഡയറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ നേരിട്ട് എത്തിക്കാനും അതുവഴി നമ്മുടെ ചിലവ് കുറയ്ക്കാം. കാരണം വിദേശ രാജ്യങ്ങളിലാകുമ്പോൾ അത് ഡോളറിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യണം. നമ്മുടെ വിദേശ നാട്ടിൽ കരുതൽ ശേഖരണത്തിൽ കുറവ് സംഭവിക്കും, കൂടുതൽ ചിലവാകും. പക്ഷെ നമ്മുടെ നാട്ടിലാകുമ്പോൾ അത്രയും ചിലവും വരുന്നില്ല. നമ്മുടെ നാണയങ്ങളില്ല, വിദേശ നാണയ ശേഖരം നഷ്ടപ്പെടുന്നുമില്ല. നമുക്ക് നമ്മുടെ പണം നമ്മുടെ രാജ്യത്തെ എക്കോണമിയിൽ തന്നെ സപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയാണ് അതിന് ഉപകാരപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനാണെങ്കിലും സാധാരണക്കാർക്കാണെങ്കിലും അതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നു. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും പുതിയ വിപണി കണ്ടെത്താനും നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ കൂട്ടാനും അതുവഴി നമ്മുടെ ഇന്ത്യ നാളെ ഒരു ചൈന പോലെ ഉൽപ്പന്നങ്ങൾ ഒരു കേന്ദ്രമായി മാറ്റാനും നമുക്ക് സാധിക്കും. ഒന്നാമതായി പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം പോർട്ടാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും ഏകദേശം 11 മൈൽ അകലെയാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ ഇന്ത്യയിൽ തന്നെ വ്യവസായത്തിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തമിഴ്നാടിനോട് ചേർന്ന് തന്നെയാണ് ഈ പോർട്ടും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാടിന്റെ വലിയൊരു ഉൽപ്പന്നങ്ങൾ ഒരുപക്ഷെ ഈ പോർട്ട് വഴി കേരളത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക തമിഴ്നാടിനാണ്. തമിഴ്നാടിന്റെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് വിഴിഞ്ഞം വഴി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാം. അതുകൂടാതെ കേരളം ഒരു വ്യാവസായിക സംസ്ഥാനമല്ല. കാരണം അത് ജനസാന്ദ്രതയും മറ്റു പല പ്രശ്നങ്ങളും കേരളത്തെ നേരിടുന്നുണ്ട്. സോ ഈ ഒരു പോർട്ട് വഴി മാരിടൈം വഴി, അതായത് സിംഗപ്പൂർ എങ്ങനെയാണോ രക്ഷപ്പെട്ടത്, സിംഗപ്പൂർ എങ്ങനെയാണോ സമ്പന്നമായത്, അതേപോലെ കേരളം ഈ വിഴിഞ്ഞം പോർട്ട് വഴി കേരളം മൊത്തം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കേരളത്തിൽ ഒരുപാട് വ്യവസായങ്ങൾ തുടങ്ങാൻ സാധിക്കും, കൂടുതൽ വികസനം വരാൻ സാധിക്കും, കൂടുതൽ തൊഴിലവസരം ലഭിക്കും. നമ്മളിൽ നിന്ന് പോകുന്ന വലിയൊരു വിദേശ വരുമാനം ഇതുവഴി സേവ് ചെയ്യാനും സാധിക്കും. വലിയ മാറ്റങ്ങൾ വിഴിഞ്ഞത്ത് കൊണ്ടുവരും. അതുകൂടാതെ വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യൻ മാരിടൈമിന്റെ തലവരെന്ന് വിശേഷിപ്പിക്കുന്ന അദാനിയാണ്. അദാനിക്ക് ഇത് കൂടാതെ ധാരാളം പോർട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന്. അദ്ദേഹം ഒരുപാട് അന്താരാഷ്ട്ര കമ്പനികളെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് MSME. ഏകദേശം 13 കോടി രൂപയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്.
കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നാണ്. MSME പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മാരിടൈം കമ്പനിയാണ് MSME എന്ന് പറയുന്നത്. അവർക്ക് ധാരാളം കപ്പലുകൾ വേൾഡ് വൈഡ് ഉണ്ട്. സോ അവർക്ക് ദക്ഷിണേന്ത്യയിൽ വലിയൊരു ബിസിനസ് കേന്ദ്രീകരിച്ച് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ബിസിനസ് ചെയ്യാനും അത് കൂടുതൽ തൊഴിലവസരം നൽകാനും സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന വാധവൻ പോർട്ട്. ഇന്ത്യയിലെ പടിഞ്ഞാറൻ തീരത്താണ് വാധവൻ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്, മഹാരാഷ്ട്രയുടെ ഭാഗത്ത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഇന്ത്യയിലെ പ്രമുഖമായ 2 വ്യവസായ സംസ്ഥാനമാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും. ഈ 2 സംസ്ഥാനങ്ങളിലെയും വലിയ ഉൽപ്പന്നങ്ങൾ വാധവൻ പോർട്ട് വഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാം. ഇതുവഴി ജവഹർലാൽ നെഹ്റു പോർട്ടിന്റെയും കട്ല പോർട്ടിന്റെയും വലിയ രീതിയിലുള്ള തിരക്ക് കുറയ്ക്കാൻ സാധിക്കും. എന്നതിനപ്പുറം ഇതൊരു മദർ പോർട്ടാണ്, വലിയ കപ്പലുകൾക്ക് അടുക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ ഇന്ത്യയിലെ പോർട്ടുകളെല്ലാം ഏകദേശം 13 മീറ്റർ കുറവ് ആഴമേ ഉള്ളൂ, അതിനപ്പുറമില്ല. പക്ഷേ വിഴിഞ്ഞം പോർട്ട്, വാധവൻ പോർട്ടുള്ള പോർട്ടുകളെല്ലാം 15 മേളിലുണ്ട്. അതുകൊണ്ട് തന്നെ മദർഷിപ്പിനൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ പോർട്ടുകളിലേക്ക് നങ്കൂരമിടാൻ സാധിക്കും. അതുകൂടാതെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് പോലുള്ള നോർത്ത് ഇന്ത്യയിലെ, സെൻട്രൽ ഇന്ത്യയിലെ ധാരാളം വ്യവസായശാലകൾക്കും ഇത് ഉപകാരപ്പെടും. കാരണം അവർക്ക് ഏറ്റവും പെട്ടെന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ പറ്റുന്നത് വാധവൻ പോർട്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിലും അതുപോലെ സെൻട്രൽ ഇന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും വലിയ മാറ്റം ഈ ഒരു പോർട്ട് വരുന്നതോടുകൂടി ഉണ്ടാകും. നമ്മുടെ വലിയ രീതിയിലുള്ള വരുമാനം നമുക്ക് കരുതൽ ശേഖരമൊക്കെ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും. അതിനപ്പുറം ഈ പോർട്ട് കടൽ നികത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ കരയോട് ചേർന്നാണ്. ഇത് കടൽ നികത്തി ഒരു ഓഫ് ഷോർ പോർട്ട് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. വിഴിഞ്ഞം പോർട്ടിനെക്കാട്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. റെയിൽ റോഡ് കണക്ടിവിറ്റി ഒക്കെ കൂടി വലിയ രീതിയിൽ ഏകദേശം വിഴിഞ്ഞം പോർട്ടിനെക്കാട്ടിയും 3 ഇരട്ടി ഇൻവെസ്റ്റ്മെന്റ് ഈ പോർട്ടിനുണ്ട്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടാണ് ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറയുന്നത്. ഇത് പോർട്ട് എന്നതിനപ്പുറം നമ്മുടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധത്തിനും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പോലും നമ്മുടെ രാജ്യം നാളെ ഒരു ശക്തിയായി പോലും മാറാൻ സാധിക്കും ഈ ഒരു പോർട്ട് വഴി. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ വാർ നടന്ന സമയത്ത് അറിയാം, ഇറാൻ ധാരാളം പരിമിതികളുള്ള രാജ്യമാണ്. അമേരിക്ക യുദ്ധത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യം. എന്നിട്ടും അമേരിക്കയ്ക്ക് ഇറാൻ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് എന്ന തന്ത്രപ്രധാനമായ കടൽ അവരുടെ കൈകളിലാണ്. അതുപോലെയാണ് നമുക്ക് സ്ട്രൈറ്റ് ഓഫ് മലാക്ക, ഇന്തോനേഷ്യയും അതുപോലെ തന്നെ ആൻഡമാൻ കടലിടുക്കിലുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാളെ ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്നാൽ നമുക്ക് സ്ട്രൈറ്റ് ഓഫ് മലാക്ക അടച്ചാൽ തന്നെ ആ യുദ്ധത്തിന് പരിഹാരമാകും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനയിലേക്ക് പോകുന്ന ഏകദേശം 85% ചരക്ക് ഗതാഗതങ്ങളും ഈ സ്ട്രൈറ്റ് ഓഫ് മലാക്ക വഴിയാണ് കടന്നു പോകുന്നത്. അത് ആൻഡമാൻ തീരത്തിന് അടുത്ത് തന്നെയാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കിഴക്കേ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ സിംഗപ്പൂർ പോർട്ടിൽ ചെന്ന് അവിടെ നിന്നാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാറ്. ഈ പോർട്ട് വരുന്നതോടുകൂടി അതെല്ലാം ആൻഡമാൻ പോർട്ടിലേക്ക് കേന്ദ്രീകരിക്കുകയും, ആൻഡമാൻ എന്ന് പറഞ്ഞാൽ വളരെ താരതമ്യേന വ്യാവസായികമായ ഒരു ഏരിയ അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ മാറിയാണ് ഈ പോർട്ട് വരുന്നതോടുകൂടി ആൻഡമാനിലെ വലിയ സാമ്പത്തികമായ മുന്നേറമുണ്ടാകാനും ആൻഡമാന് സ്വയം പര്യാപ്തത നേടാനും ആൻഡമാനിലെ ജനങ്ങൾക്ക് വലിയ തൊഴിലവസരം കിട്ടുകയും ആൻഡമാന് വലിയ രീതിയിലുള്ള വരുമാനവും ലഭിക്കും. കാരണം ഈ പോർട്ട് വരുന്നതോടെ ഇന്ത്യക്ക് മാത്രമല്ല ഗുണം ചെയ്യുക, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ധാരാളം രാജ്യങ്ങൾക്ക്, ഈവൻ ചൈന പോലും ആൻഡമാൻ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് വഴി നാളെ വലിയ രീതിയിലുള്ള കണ്ടെയ്നറുകൾ പോലും ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യാം. കാരണം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ഇന്ത്യയിൽ ചെലവ് കുറവാണ്. അത് മിക്ക രാജ്യങ്ങളും യൂട്ടിലൈസ് ചെയ്യും. ഈവൻ ചൈന പോലും യൂട്ടിലൈസ് ചെയ്യും. നമുക്ക് ധാരാളം വിദേശ വരുമാനം നമുക്ക് ഇങ്ങോട്ട് ലഭിക്കും. സാധാരണഗതിയിൽ നമ്മുടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയായിരുന്നു, പക്ഷേ ഇത് നമുക്ക് തിരിച്ചു ലഭിക്കും ഈ ഒരു പോർട്ട് വഴി. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം പോർട്ടുകളുടെ വരവോടുകൂടി നമ്മുടെ ഗവൺമെന്റ് അത്തരം മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂടുതൽ പ്രതിരോധ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അവിടെ കൂടുതൽ സംരക്ഷണം ഒരുക്കുകയും ചെയ്യും. സോ ഈ 3 പോർട്ടുകൾ നമുക്ക് ത്രിമൂർത്തി പോർട്ടുകൾ എന്ന് തന്നെ പറയാം. ഇത് 3 പൂർണ്ണമായും പ്രവർത്തന സജ്ജമായാൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുകയും ലോകത്തെ മാരിടൈമിൽ വലിയ നിർണായകമായ സ്ഥാനം ലഭിക്കുകയും ഇന്ത്യ സ്വയം പര്യാപ്തത നേടാൻ സാധിക്കും. കൂടാതെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് തൊഴിലില്ലായ്മ. അതിനൊരു പരിഹാരമാവുകയും നമ്മുടെ ഗവൺമെന്റിന് കൂടുതൽ വരുമാനം ലഭിക്കാനും ഇതുവഴി സാധ്യമാകും. ഇതിനെക്കുറിച്ചൊരു വിശദമായ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്ലാനുണ്ട്. നിങ്ങൾ കമന്റിൽ സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ വരുന്നതായിരിക്കും.